ലോക്ക്ഡൗൺ ദിവസങ്ങളിൽ ഉച്ചക്ക് ഉറക്കത്തിൽ നിന്നും എഴുന്നേറ്റ് ഭക്ഷണം കഴിച്ചതിന് ശേഷം ഫ്രണ്ട്സിനെ വിളിച്ച് ഗെയിമിൽ കയറാൻ പറഞ്ഞുകൊണ്ട് എല്ലാവരും ചേർന്ന് സ്ക്വാഡായി റാങ്ക് പുഷ് ചെയ്തിരുന്നത് അത് ഓർക്കുന്നില്ലേ? ഫ്രീ ഫയറിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം നമുക്ക് 90s കിഡ്സും 2K കിഡ്സും തമ്മിലുള്ള ചൈൽഡ്ഹുഡിലെ ജനറേഷൻ ഗ്യാപ്പ് ഒന്ന് മനസ്സിലാക്കാം. അതായത് 90s കിഡ്സിന്റെ ചെറുപ്പകാലത്തൊന്നും മൊബൈൽ ഫോൺസും വീഡിയോ ഗെയിംസും അത്ര സജീവമല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ദേ യൂസ് ടു പ്ലേ ഇൻ ദ ഗ്രൗണ്ട്സ്. പറമ്പിലും പാടത്തും ഒക്കെ ആയിട്ട് ക്രിക്കറ്റ്, ഫുട്ബോൾ, വടംവലി എന്നിവയൊക്കെ കളിച്ച് അങ്ങനെ കുറേയേറെ ആക്ടിവിറ്റീസ് ആയിരുന്നു അവരുടെ ചൈൽഡ്ഹുഡ് ഇമോഷൻസ് അല്ലെങ്കിൽ ഹോബീസ്. പലരുടെയും പാഷൻ പോലും ടു ബി എ ഫുട്ബോൾ ഓർ എ ക്രിക്കറ്റ് പ്ലെയർ എന്നായിരുന്നു. സോ ഇപ്പൊ ഈ പബ്ജി, ഫ്രീ ഫയർ പോലത്തെ ഗെയിംസിന്റെ ഇ സ്പോർട്സ് പ്ലെയർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന പിള്ളേരെ പുച്ഛിക്കുന്നത് ഇറ്റ്സ് നോട്ട് ഫെയർ. കാരണം ഫുട്ബോൾ പ്ലെയർ ആകണം അല്ലെങ്കിൽ ഇന്ത്യ അറിയുന്ന ഒരു ക്രിക്കറ്റ് പ്ലെയർ ആവണമെന്ന് ആഗ്രഹിച്ചവരെ പോലെ തന്നെയാണ് ഇതും. പക്ഷേ ഇവിടെ വലിയൊരു പ്രശ്നമുണ്ട്. സ്വന്തം അക്കൗണ്ടിൽ നിന്ന് 3 ലക്ഷത്തോളം രൂപ നഷ്ടപ്പെട്ടു എന്ന പരാതിയുമായാണ് വീട്ടമ്മ പോലീസിനെ സമീപിച്ചത്. അന്വേഷണത്തിൽ ഫ്രീ ഫയർ കളിക്കാൻ മകൻ ചെലവാക്കിയതാണ് ഈ തുക അത്രയും എന്ന് വ്യക്തമായി. വീഡിയോയുടെ അവസാനം നമുക്ക് അതിനെ കുറിച്ച് വലിയ രീതിയിൽ തന്നെ സംസാരിക്കാം. സോ ഗെയിം കളിക്കുന്നവരൊക്കെ COC, മിനിമലിഷ്യ, ഡ്രീം ലീഗ് അതൊക്കെ ഫ്രണ്ട്സുമായി ഒരുമിച്ച് കളിച്ചിരുന്നു. ആ ഒരു കാലം സ്മാർട്ട് ഫോൺസ് ഒക്കെ എല്ലാവരുടെ കയ്യിലും സജീവമായി കണ്ടുവന്നിരുന്നു. അങ്ങനെ എല്ലാവരുടെയും ജീവിതം സ്മൂത്ത് ആയിട്ട് പോയിക്കൊണ്ടിരിക്കവേ സഡൻലി എ പാൻഡമിക് കെയിം കോൾഡ് COVID-19 and now let's talk about Free Fire. And അതെങ്ങനെയാണ് കേരളത്തിൽ, ഇന്ത്യയിൽ, ഗ്ലോബലി തന്നെ ഇത്രയും കിടിലനായി ടോട്ടൽ 1 ബില്യൺ ഡൗൺലോഡ്സ് എന്ന ചരിത്രം കൈവരിച്ചത്? പിന്നെ എങ്ങനെയാണ് ഫ്രീ ഫയറിനുണ്ടായിരുന്ന ഹാർഡ് കോർ ഫാൻസ് തന്നെ ആ ഗെയിമിനെ വെറുത്തുപോയത്? ലെറ്റ്സ് സീ ദ അപ്സ് ആൻഡ് ഡൗൺസ്. അങ്ങനെ 2019 ലോക്ക്ഡൌൺ വന്ന് എല്ലാവരും വീട്ടിൽ തന്നെ ഇരിപ്പായി, ചെറിയ പിള്ളേരെ തൊട്ട് വലിയവർ വരെ. സോ ടിക്ടോക്ക് കണ്ട് അങ്ങനെ വേറെ ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ചിരിക്കുന്ന സമയത്താണ് ഫ്രീ ഫയറിലേക്ക് കൂടുതൽ പേരുടെയും ശ്രദ്ധ ആകർഷിക്കുന്നത്. നമുക്കെല്ലാവർക്കും ബാറ്റിൽ റോയൽ ഗെയിംസ് എന്ന് വെച്ചാൽ ഒരു പുതിയ എക്സ്പീരിയൻസ് ആയിരുന്നു. പക്ഷേ ബാറ്റിൽ റോയൽ ഗെയിംസ് PC-യിൽ ഓൾറെഡി പബ്ജിയും ഫോർട്ട്നൈറ്റും ഒക്കെ ആയിട്ട് ഉണ്ടായിരുന്നു. ബട്ട് മെജോറിറ്റി ആൾക്കാരുടെ കയ്യിലും PC ഇല്ലല്ലോ. അപ്പം എന്ത് ചെയ്യും? മൊബൈൽ തന്നെ ശരണം. അങ്ങനെ പല യൂട്യൂബേഴ്സിന്റെയും പേരെടുത്ത് പറയാന്ന് വെച്ചാൽ കേരളത്തിൽ നയ്യാംബ്രോ, പിന്നെ പല നോർത്ത് ഇന്ത്യൻ സ്ട്രീമേഴ്സിന്റെ അടുത്ത് നിന്നൊക്കെ ഈ ഗെയിമിനെ കുറിച്ച് കൂടുതൽ അറിഞ്ഞ് പബ്ജിയും ഫ്രീ ഫയർ ഒക്കെ പതുക്കെ എല്ലാവരും ഇൻസ്റ്റാൾ ചെയ്ത് തുടങ്ങി. ആ ഒരു സമയത്ത് കൂടുതൽ പേരുടെ കയ്യിലും ലോ എൻഡ് ഡിവൈസസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. സോ പബ്ജി പലരും എക്സ്പീരിയൻസ് ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നെങ്കിലും there is no way. അപ്പോൾ ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഫ്രീ ഫയർ തന്നെ എല്ലാവരും ചൂസ് ചെയ്തു. തുടക്ക സമയത്ത് പിന്നെ പബ്ജി മൊബൈൽ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല. ഫ്രീ ഫയർ എങ്ങനെയാണ് മാർക്കറ്റിലേക്ക് വന്നത് എന്ന് നോക്കാനാണെങ്കിൽ 2014 11 Dot Studio എന്നൊരു കമ്പനി ഫ്രീ ഫയർ ഡെവലപ്പ് ചെയ്തു. പക്ഷേ ഗെയിം 2017 പബ്ലിഷ് ചെയ്തത് ഗരേനയായിരുന്നു. അത് ഗരേന പബ്ലിഷ് ചെയ്യാൻ കാരണം അന്നത്തെ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ ഗെയിമിംഗ് മാർക്കറ്റിൽ ഗരേന ഒരു വലിയ പേരായിരുന്നു. സോ അങ്ങനെ 1 GB മാത്രം താഴെ വരുന്ന ഒരു ഗെയിം ആയതുകൊണ്ട് തന്നെ ലോ എൻഡ് ഡിവൈസസ് ഉള്ള പലരും ഇത് പോപ്പുലർ ആയ ശേഷം ഇൻസ്റ്റാൾ ചെയ്യാൻ തുടങ്ങി. ഇനി ഇൻസ്റ്റാൾ ചെയ്യാൻ മടിച്ചവർക്കൊക്കെ അന്ന് പ്ലേ സ്റ്റോറിൽ ട്രൈ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ട്രൈ ചെയ്ത് ഫ്രീ ഫയർ ഇഷ്ടപ്പെട്ട് പിന്നീട് ഇൻസ്റ്റാൾ ചെയ്തവരും കുറേ പേരുണ്ട്. COCയിലും മിനിമലിഷ്യയിലും കണ്ട മൾട്ടിപ്ലെയർ ഗെയിംസ് എന്ന ലോകത്തിന്റെ വളരെ വലിയ എക്സ്പാൻഡ് ആയ ഒരു യൂണിവേഴ്സ് ആയിരുന്നു ഫ്രീ ഫയർ. എസ്പെഷ്യലി വോയിസ് ചാറ്റ്. ആ ഒരു ഓപ്ഷൻ വലിയൊരു എന്റർടൈൻമെന്റ് ഫാക്ടർ ആയിരുന്നു. കാരണം കർഫ്യൂ ദിവസങ്ങളിൽ ആർക്കും വീടിന് പുറത്തു പോലും ഇറങ്ങാൻ കഴിയാത്ത അവസ്ഥയിൽ ഫ്രീ ഫയർ എന്ന ഗെയിമിലൂടെ ഫ്രണ്ട്സുമായി എന്റർടൈൻഡ് ആയി സംസാരിച്ചുകൊണ്ട് ഗെയിം കളിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു. അധികം ഫ്രണ്ട്സ് ഒന്നുമില്ലാത്ത പലർക്കും ഗെയിമിലൂടെ ഇന്നും നിലനിൽക്കുന്ന കണക്ഷൻസ് പോലും ലഭിച്ചു. നിങ്ങൾക്കും ഉണ്ടായിരുന്നോ അങ്ങനെ ഗെയിമിലൂടെ പരിചയപ്പെട്ട ഒരു ഓൺലൈൻ ഫ്രണ്ട്? ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവർക്കൊന്ന് ഷെയർ ചെയ്യൂ, ഓർമ്മകളായവർക്കാലോ. പലരുടെയും അന്നത്തെ ഒരു ദിവസത്തെ റൂട്ടീൻ പോലും ഉച്ചക്ക് എഴുന്നേറ്റ് ഗെയിം എടുത്ത് ഫുഡ് പോലും കറക്റ്റ് കഴിക്കാതെ മൊബൈലിൽ നിന്നും കണ്ണെടുക്കാതെ രാത്രി 4 മണി വരെയൊക്കെ ചെറിയ ഇന്റർവെൽസ് ഓഫ് ടൈം ബ്രേക്ക് എടുത്ത് റാങ്ക് പുഷ് ചെയ്തും ഗെയിം കളിച്ചും അവർ തീർത്തു. പിറ്റേ ദിവസം ഉച്ചക്ക് എഴുന്നേറ്റ് ഇത് തന്നെ റിപ്പീറ്റ് ആയിരുന്നു. ബാറ്റിൽ റോയൽ ഗെയിംസ് ഒക്കെ സ്കിൽ ബേസ്ഡ് ഗെയിമാണ്. ഫ്രീ ഫയറും അങ്ങനെ ആയതുകൊണ്ട് തന്നെ ഒട്ടുമിക്ക എല്ലാ ആൾക്കാരുടെയും അന്നത്തെ ആഗ്രഹം പോലും പ്രാക്ടീസ് ചെയ്ത് സ്കിൽ ഇംപ്രൂവ് ആക്കി ഗിൽഡിലെയും ഫ്രണ്ട്സ് ഗ്രൂപ്പിലെയും ബെസ്റ്റ് ഫ്രീ ഫയർ പ്ലെയർ ആവണം എന്നൊക്കെ ആയിരുന്നു. ഇതിനിടയിൽ പബ്ജിയുടെ മൊബൈൽ വെർഷൻ റിലീസ് ആയപ്പോൾ ഒരു വലിയ യൂസേഴ്സ് പബ്ജിക്കും വന്നു. അവിടെ യൂസേഴ്സ് തമ്മിൽ തന്നെ വളരെ വലിയൊരു ഫാൻ ഫൈറ്റ് ആണ് ഉണ്ടായിരുന്നത്. പബ്ജിയേക്കാൾ ബെറ്റർ ആണ് ഫ്രീ ഫയർ, അല്ലെങ്കിൽ ഫ്രീ ഫയറിനേക്കാൾ ബെറ്റർ ആണ് പബ്ജി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പബ്ജി വേഴ്സസ് ഫ്രീ ഫയർ എന്നൊരു ഫാൻ ഫൈറ്റ് അതിനിടയിൽ നടന്നു. പക്ഷെ 2 ഗെയിമിനും അതിൻ്റെതായിട്ടുള്ള
യൂസേഴ്സ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്മൂത്തായി എല്ലാവരും കളിച്ചു പോയിക്കൊണ്ടിരിക്കവേ 2020 ഇന്ത്യൻ ഗവൺമെന്റ് 50-ലധികം ചൈനീസ് ആപ്പുകൾ നിരോധിച്ചു. ആ കൂട്ടത്തിൽ പബ്ജിയും ഉണ്ടായിരുന്നു. പിന്നെ പറയണ്ടല്ലോ, എതിരാളികളില്ല. പബ്ജി കളിച്ചിരുന്ന പലരും ഫ്രീ ഫയറും കളിക്കാൻ തുടങ്ങി. അങ്ങനെ പിന്നെയും ഡൗൺലോഡ്സും പൈസയും ഗരേനക്ക് കൂടി. ഗരേന മെയ്ഡ് ബില്യൺസ്. 2018 പതിയെ ആൾക്കാർ അറിഞ്ഞു തുടങ്ങി. 2019 ഒരു റാപ്പിഡ് ഗ്രോത്ത് ഉണ്ടായി. 2021 80 മില്യൺ ഡെയിലി യൂസേഴ്സ് എന്ന രീതിയിലേക്ക് ഗെയിം വളർന്നു. ഫ്രീ ഫയറിന്റെ പീക്ക് ടൈം 2021 ആയിരുന്നു. അന്ന് ഒരു ദിവസം 372 കോടി രൂപ വരെ ഗരേന സമ്പാദിച്ചിരുന്നു. ഹയസ്റ്റ് ഗ്രോസിംഗ് ഗെയിം ഇൻ ഇന്ത്യ എന്ന റെക്കോർഡും 2021 ഫ്രീ ഫയറിന് കിട്ടി. അതിന് കാരണം ഇൻ ഗെയിം പർച്ചേസസ് എന്ന ഒരു ഫാക്ടർ ഗരേന വളരെ വലുതാക്കി കൊണ്ടുവന്നിരുന്നു എന്നുള്ളതാണ്. അതായത് ഇത്രയൊക്കെ പറഞ്ഞാലും ഫ്രീ ഫയറിന് വലിയൊരു പ്രശ്നം ഉണ്ടായിരുന്നു. ഗ്രാജുവലി ഗരേന വലുതാക്കി കൊണ്ടുവന്ന ആ ഒരു പ്രശ്നം. ഇവൻ ഒരു സ്കിൽ ബേസ്ഡ് ഗെയിം ആയിരുന്നു ഫ്രീ ഫയർ തുടക്കത്തിൽ, എങ്കിലും പതുക്കെ അത് മാറി. അതായത് ഫ്രീ ഫയറിൽ ഡയമണ്ട്സ് എന്നൊരു ഫാക്ടർ ഉണ്ടായിരുന്നു. ഡയമണ്ട്സ് വെച്ച് നമുക്ക് ഗൺ സ്കിൻസ്, ക്യാരക്ടർ ഔട്ട്ഫിറ്റ്സ് അതൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും. പക്ഷെ ഈ ഡയമണ്ട്സ് കിട്ടണമെങ്കിൽ റിയൽ മണി കൊടുക്കണം. ആൻഡ് യെസ്, പേ ടു വിൻ. ആ ഒരൊറ്റ ഫാക്ടർ ആയിരുന്നു ഫ്രീ ഫയർ യൂസേഴ്സിനെ പോലും വെറുപ്പിക്കാൻ കാരണം. പൈസ ഉണ്ടെങ്കിൽ മാത്രം ഗെയിമിലെ മെയിൻ ക്യാരക്ടർ ആവാം എന്ന സ്ഥിതിയിലേക്ക് എത്തി ഗെയിം. ലെറ്റ്സ് സേ ഒരു നല്ലൊരു ഓൾഡസ്റ്റ് ഫ്രീ ഫയർ പ്ലെയർ, അയാളുടെ കയ്യിൽ പ്രത്യേകിച്ച് ഗൺ സ്കിൻ ഒന്നും ഇല്ലെങ്കിൽ പക്ഷെ അത്യാവശ്യം നന്നായിട്ട് ഗെയിം കളിക്കാൻ അറിയാം. അങ്ങനെ ഒരു പുതിയ പ്ലെയറുമായി ഫൈറ്റ് വരികയാണെങ്കിൽ ഈ പുതിയ പ്ലെയർ പൈസ കൊടുത്ത് ഗൺ സ്കിൻസ് മേടിച്ച് പവറുള്ള ഗൺസ് വെച്ചാണ് ഫൈറ്റ് ചെയ്യുന്നതെങ്കിൽ സിമ്പിളായി ആ പഴയ പ്ലെയറെ കില്ല് ചെയ്യാമായിരുന്നു. ഇവിടെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഗെയിംസിൽ മണി സ്പെൻഡ് ചെയ്യുന്നതായിരുന്നു ഒരു ഗെയിം ജയിക്കാൻ എളുപ്പം. ഞാനിനി പറയാൻ പോകുന്ന കാര്യം ഒരു 99% ഫ്രീ ഫയർ പ്ലെയേഴ്സിനും റിലേറ്റബിൾ ആയിരിക്കും. ഒരു 29 രൂപയുടെ എയർ ഡ്രോപ്പ് എങ്കിലും എടുത്ത ഒരാളല്ലേ നിങ്ങൾ? സത്യം പറ. അങ്ങനെ പേ ടു വിന് കാരണം കുറെ ഇഷ്യൂസ് നടന്നു. അതായത് ഒരു കുടുംബം മൊത്തം സ്റ്റക്ക് ആവുന്ന രീതിയിൽ ഇമ്മച്യൂർഡ് ആയിട്ടുള്ള പല കുട്ടികളും പാരന്റ്സിന്റെ സേവിങ്സ് വരെ ഗെയിമിൽ അവരറിയാതെ സ്പെൻഡ് ചെയ്യാനും അങ്ങനെ സൂയിസൈഡ്സ് വരെ ഇത് കാരണം ഇൻഡയറക്റ്റ് ആയിട്ട് നടന്നിട്ടുണ്ട്. ഫ്രീ ഫയർ ഗെയിമിന് അടിമപ്പെട്ട് തിരുവനന്തപുരത്തും വിദ്യാർത്ഥി ജീവനൊടുക്കി. സോ ഇവിടെ എന്താണ് റിയൽ പ്രോബ്ലം? പ്രായപൂർത്തിയാകാത്ത അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ചിന്തിക്കാൻ കഴിവില്ലാത്ത കുട്ടികളുടെ അടുത്ത് ഗെയിം കൊടുത്ത പേരൻസ് ആണോ, അതോ ബോധമില്ലാതെ ഷോ ഓഫ് കാണിക്കാൻ വേണ്ടി പൈസ ഗെയിമിൽ സ്പെൻഡ് ചെയ്ത കുട്ടികളാണോ? ഞാൻ പറയുകയാണെങ്കിൽ ഇത് രണ്ടും ശരി തന്നെയാണ്. പക്ഷേ മുഴുവനായി രണ്ടുപേരെയും കുറ്റം പറയാൻ നമുക്ക് സാധിക്കില്ല. ബിക്കോസ് ഈ കുട്ടികളുടെ പേരൻസ് എന്ന് വെച്ചാൽ ഈ റാപ്പിഡ് ആയിട്ടുള്ള പെട്ടെന്നുള്ള ലോകത്തിന്റെ മാറ്റം മനസ്സിലാക്കാൻ സാധിക്കാത്തവരാകാം. മൊബൈലിൽ ഇങ്ങനെ ഒരു ഗെയിം ഉണ്ടെന്നോ കുട്ടികൾക്ക് ഇങ്ങനെയെല്ലാം ഇതിൽ ചെയ്യാമെന്നൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. കാരണം ഈ പേരൻസ് പലരും സ്മാർട്ട് ഫോൺ യൂസ് ചെയ്യാൻ പോലും പഠിച്ചു വരികയായിരുന്നു കുറച്ച് മുന്നേ വരെ. പക്ഷേ കുട്ടികൾക്ക് ഫോൺ കൊടുത്തത് അവരുടെ തെറ്റ് തന്നെയാണ്. അവരുടെ സ്ക്രീൻ ടൈം ലിമിറ്റ് ചെയ്യാത്തതും അവരെ മോണിറ്റർ ചെയ്യാത്തതും ഒക്കെ. ബട്ട് അവിടെയും ഈ ഒരു കേസുകൾ കൂടുതൽ നടന്നിരിക്കുന്നത് മിഡിൽ ക്ലാസ് ലൈഫ് ജീവിക്കുന്ന വീടുകളിലാണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ ശ്രമിക്കുമ്പോൾ ഇത്രയും ആഴത്തിൽ ചിന്തിക്കാൻ സാധിച്ചിട്ടുണ്ടാവില്ല. ഇനി വരാൻ പോകുന്ന അപ്കമിങ് ജനറേഷനിലെ പേരൻസിന് എന്തായാലും ഈ ഒരു അവസ്ഥ വരില്ല. കാരണം അവർക്കറിയാം സ്മാർട്ട് ഫോണിനെ കുറിച്ച് എല്ലാം. ഇനി കുട്ടികളുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു പ്രോപ്പർ പാരന്റിങ്ങോ കൺട്രോളിങ്ങോ കിട്ടാതെ വളർന്ന കുട്ടികൾ അവരുടെ ഒരു ലോകമായി സെറ്റ് ചെയ്യുന്നത് ഈ ഗെയിംസും സ്ട്രീമേഴ്സും ഒക്കെ ചെയ്യുന്നതും അവരുടെ പല ഫ്രണ്ട്സും ഗെയിമിൽ സ്പെൻഡ് ചെയ്യുന്നതൊക്കെയാണ്. ആദ്യം ഈ ഗെയിമിൽ ചെറിയ പൈസ മുടക്കി ആ ഒരു ഷോ ഓഫിൽ കിട്ടുന്ന ഈ സന്തോഷം പിന്നീട് വേണമെന്ന് തോന്നി അങ്ങനെ ഇത് വലുതായി പേരൻസ് അറിയാതെ അവരുടെ ലക്ഷങ്ങൾ വരെ സ്പെൻഡ് ചെയ്യുന്ന കേസുകൾ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇവിടെ സത്യമായിട്ടും സിസ്റ്റത്തിന്റെ ഭാഗത്ത് വലിയൊരു വീഴ്ചയുണ്ട്. ശരിക്കും ഇവിടെ വേണ്ടിയിരുന്നത് ഇങ്ങനത്തെ കേസുകളൊക്കെ വന്ന് തുടങ്ങിയ സമയങ്ങളിൽ സ്കൂളുകളിലും മറ്റും ആവശ്യമില്ലാത്ത ഓരോന്ന് പഠിപ്പിക്കുന്നതിന് പകരം അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരു മണിക്കൂർ സെഷൻ ക്ലാസ് എങ്കിലും സോഷ്യൽ മീഡിയയെയും ഇങ്ങനത്തെ ഗെയിംസിനെ കുറിച്ചും ഇൻ ഗെയിം പർച്ചേസസിനെ കുറിച്ചും സ്മാർട്ട് ഫോൺസ് എങ്ങനെ യൂസ് ചെയ്യണമെന്നതിനെ കുറിച്ചുമെല്ലാം ബേസ് ചെയ്ത് ക്ലാസ് എടുത്തു കൊടുക്കണമായിരുന്നു. ബ്രോ, ലിറ്ററലി ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റം ഈസ് സോ ഔട്ട്ഡേറ്റഡ്. ഇപ്പോഴത്തെ ഈ ഒരു യുഗത്തിലും എന്തിനാണ് ഇവർ ഈ പഴയ സിലബസ് മെയിൻറ്റെയിൻ ചെയ്യുന്നതെന്ന് എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നിങ്ങൾ പണ്ട് ഗെയിംസിൽ പൈസ കൊടുത്ത് പർച്ചേസ് ചെയ്തിരുന്ന ഒരാളായിരുന്നോ എങ്കിൽ എനിക്ക് ഉറപ്പാണ് നിങ്ങൾക്ക് അതിനോട് ഇപ്പോൾ റിഗ്രറ്റ് തോന്നുന്നില്ലേ. പക്ഷേ അന്ന് പലർക്കും ഒരു ഹാപ്പിനെസ് കിട്ടിയിരുന്നത് ഈ ഗെയിംസിൽ നിന്നുമായിരുന്നു. ഗരേന യൂത്തിന്റെ ഈ ഒരു വീക്ക് പോയിന്റ് നല്ല രീതിയിൽ തന്നെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും ചെയ്തു. ഫ്രീ ഫയറിന് അതിനുശേഷം ഇന്ത്യൻ ഗവൺമെന്റ് ഒരു ബാനും കൊടുത്തു. അങ്ങനെ 2022 ഇന്ത്യയിൽ നിന്നും ഈ ഗെയിമും പോയി. അതിനുശേഷം ഫ്രീ ഫയർ മാക്സ് എന്ന് പറഞ്ഞൊരു ഗെയിം ഗരീനെ കൊണ്ടുവന്നെങ്കിലും അത് വലിയ ചലനമൊന്നും പിന്നെ ഉണ്ടാക്കിയില്ല. അങ്ങനെ ഒരു ലോക്ക്ഡൗൺ ട്രെൻഡ് എന്നതിലുപരി അതിനപ്പുറത്തേക്ക് എത്താൻ COC, പെസ്, മൈൻക്രാഫ്റ്റ് പോലെയൊന്നും ഫ്രീ ഫയറിന് എത്താൻ സാധിച്ചില്ല. സോ അടുത്ത നല്ലൊരു വീഡിയോയിൽ വരുന്നവരേക്കും ലവ് യു ഓൾ, ബൈ ബൈ.